CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെ കണ്ട് പുറത്തിറങ്ങിയ PV അൻവർ MLA പ്രതികരണം ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ മരണമാസല്ല കൊലമാസായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പുറത്തിറങ്ങിയ അൻവർ പൂച്ചയ്ക്ക് മുമ്പിൽ അകപ്പെട്ട എലിയെപ്പോലെ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ആ വിറയലൊക്കെ ഗോവിന്ദൻ സഖാവ് മാറ്റിക്കൊടുത്തു. ഹെഡ്മാസ്റ്റർക്കെതിരെ പ്യൂണാണോ അന്വേഷിക്കേണ്ടത് എന്നായിരുന്നു അൻവറിന്റെ മുനവെച്ചുള്ള ചോദ്യം. യഥാർത്ഥത്തിൽ പത്രക്കാർ അൻവറിനോട് ചോദിക്കാൻ തുടങ്ങിയ ചോദ്യമായിരുന്നു ഇത്. പക്ഷേ അൻവർ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞു. ഇവരുടെ അന്വേഷണം ശരിയായില്ല എങ്കിൽ താൻ ഇടപെടുക തന്നെ ചെയ്യും. പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂ, അവസാനിച്ചിട്ടില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അൻവറും അൻവറിന് എല്ലാവിധ ഒത്താശകളും ചെയ്യുന്ന ഗോവിന്ദൻ സഖാവും. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇടതുമുന്നണിയിൽ വെടിക്കെട്ടിന് തിരികൊളുത്തി കഴിഞ്ഞു. അൻവറിന്റെ ആരോപണങ്ങൾക്ക് ചുവട് പിടിച്ച് പിന്തുണയുമായി ഇടത് MLA മാരും സർക്കാരിനെ വിമർശിച്ച് CPIയും അവരുടെ യുവജന പ്രസ്ഥാനമായ AIYFും രംഗത്ത് വന്നതോടെ പിണറായിക്കും P ശശിക്കും ADGP അജിത് കുമാറിനുമൊന്നും ഇനി പഴയതുപോലെ അധോലോക പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനാവില്ലെന്ന അവസ്ഥയായി. ആരോപണ വിധേയനായ MR അജിത് കുമാറിനെതിരെ CPI വയനാട് ജില്ലാ സെക്രട്ടറിയാണ് ആദ്യമായി പരസ്യമായി രംഗത്തെത്തിയത്. വയനാട് ദുരന്തത്തെ തുടർന്ന് നടന്ന രക്ഷാപ്രവർത്തനത്തിനിടെ അജിത് കുമാർ സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ ശ്രമിച്ചുവെന്നാണ് CPI വയനാട് ജില്ലാ സെക്രട്ടറിയായ EJ ബാബു ആരോപിച്ചിരുന്നത്. സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞ് അനാവശ്യ വിവാദമുണ്ടാക്കിയത് അജിത് കുമാറിന്റെ ഗൂഢതന്ത്രമാണെന്നും സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കുകയായിരുന്നു അജിത് കുമാറിന്റെ ഉദ്ദേശമെന്നും കൂടി അദ്ദേഹം ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പരാമർശിച്ച പോലീസിലെ പുഴുക്കുത്തുകളെ ഊന്നി CPI യുവജന സംഘടനയായ AIYF രംഗത്ത് വന്നത്. പോലീസിലെ ക്രിമിനലുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് AIYFന്റെ ആവശ്യം. ക്രിമിനലുകളും കൊലപാതകികളും അടക്കമുള്ള ചിലർ പോലീസിന്റെ തലപ്പത്ത് സ്വൈരവിഹാരം നടത്തുകയാണ് എന്ന് AIYF തുറന്നടിച്ചു. ക്രമസമാധാന പാലനത്തിന് ഉപയോഗിക്കേണ്ട രഹസ്യ വിവരണ ശേഖരണ സംവിധാനത്തെ പോലും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾ അതീവ ഗൗരവത്തോടെ തന്നെ സർക്കാർ കാണണമെന്നും മന്ത്രിമാരുടേതടക്കമുള്ള ഫോൺ കോളുകൾ ADGP ചോർത്തിയെന്നും കസ്റ്റംസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് SP സുജിത് ദാസ് സ്വർണം കടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ ഗൗരവത്തോടെ കാണണമെന്നും AIYF ആവശ്യപ്പെട്ടു. ഇടതുമുന്നണിയുടെ പോലീസ് നയത്തിനെതിരെ പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇടപെടലുകൾ സർക്കാരിന് കളങ്കമുണ്ടാക്കുകയാണ് എന്നും നിയമപാലനം നടത്തേണ്ടവർ തന്നെ ക്രിമിനലുകളാകുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടാകരുത് എന്നും കൂടി AIYF ചൂണ്ടിക്കാട്ടി. അൻവറിനെ പിന്തുണച്ച് CPM MLA മാരും രംഗത്ത് വന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. KT ജലീലും U പ്രതിഭയുമാണ് അൻവറിന്റെ പിന്തുണയുമായി പരസ്യമായി രംഗത്ത് വന്നത്. അൻവർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് എന്നും ഉദ്യോഗസ്ഥർക്കിടയിലെ പുഴുക്കുത്തുകൾ തുറന്നു കാട്ടാൻ പോർട്ടൽ തുടങ്ങുമെന്നുമാണ് KT ജലീൽ MLA പറഞ്ഞത്. ADGPക്കെതിരെ അൻവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് എന്നാണ് അഡ്വക്കേറ്റ് U പ്രതിഭ MLA പ്രതികരണം. IPS രംഗത്തുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ തെറ്റായ പ്രവണതയെക്കുറിച്ചാണ് അൻവർ പറഞ്ഞത്. എന്റെ അഭിപ്രായവും അത് തന്നെയാണ്. ഏത് മേഖലയിലായാലും തെറ്റായ പ്രവണതയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുക തന്നെ വേണം. അൻവറിന്റെ പ്രതികരണം ഒരു സിസ്റ്റത്തിലെ പുഴുക്കുത്തുകൾക്കെതിരായ പ്രതികരണമാണ്. അത് നമുക്ക് നേരിട്ടൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല പ്രതികരിക്കേണ്ടത്. തെറ്റ് ചെയ്ത് വിളിച്ചു പറയാൻ അൻവർ കാണിച്ച ധൈര്യത്തിന് ഞാൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് പ്രതിഭ MLA പറഞ്ഞത്. വരും ദിവസങ്ങളിൽ അൻവറിന്റെ നിലപാടിനെ അനുകൂലിച്ച് കൂടുതൽ ഇടതുപക്ഷ MLA മാർ രംഗത്ത് വരാനാണ് സാധ്യത. കാരണം പാർട്ടി നേതൃത്വം അൻവറിന് പിന്നിൽ ശക്തമായി നിലയുറപ്പിച്ചുവെന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. ഗോവിന്ദൻ മാഷ് ശരിക്കും ഒരു ശുദ്ധീകരണത്തിന് തുടക്കമിടുകയാണോ? ആണെന്ന് വേണം കരുതാൻ. അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.